നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞു നിൽക്കുന്ന PV അൻവറിനെ അനുനയിപ്പിക്കാൻ ഒരു പകൽ മുഴുവൻ നീണ്ട ചർച്ചകളാണ് UDF നടത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിയെ PV അൻവർ നേരിൽ കണ്ട് നിലപാട് അറിയിച്ചു. അൻവറുമായി അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടു. മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും ചർച്ചകളുടെ ഭാഗമായി. UDF ഘടകകക്ഷിയാക്കണമെന്ന നിലപാടിൽ അൻവർ ഉറച്ചു നിന്നതോടെ ചർച്ച പൊളിഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെ UDF മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ 48 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് അൻവർ പക്ഷം നിലപാട് കടുപ്പിച്ചത് ഇന്നു രാവിലെ. ഇതോടെ കലങ്ങിമറിഞ്ഞത് UDF ക്യാമ്പാണ്. അൻവർ പോയാൽ പോട്ടെയെന്ന് ഒരു വിഭാഗം, ആ പോക്കിൽ നിലമ്പൂര് കൂടി പോകുമോ എന്ന ആശങ്ക പങ്കുവച്ച് മറുവിഭാഗവും. ഒടുവിൽ അൻവറിനെ അങ്ങനെ കൈവിടണ്ട എന്ന് ചർച്ചകൾ. 10 മണിയോടെ അൻവർ PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ കാരാത്തോട് വീട്ടിലെത്തി. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അബ്ദുൽ സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ വിഷയത്തിൽ തുടക്കം മുതൽ UDFുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെക്കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ്. അൻവർ വിഷയത്തിൽ ലീഗ് മധ്യസ്ഥ ചർച്ച നടത്തുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. എല്ലാം UDF ചർച്ച ചെയ്യട്ടെ. കഴിഞ്ഞില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് അൻവർ ഒതായിലേക്ക് എത്തിയപ്പോഴേക്കും പുറകെ UDF നേതാക്കളും എത്തി. സുഹൃത്തുക്കളായ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത്, CMP നേതാവ് വിജയകൃഷ്ണൻ തുടങ്ങിയവരെത്തി. 1.5 മണിക്കൂർ ചർച്ച, സൗഹൃദ സന്ദർശനമെന്ന് നേതാക്കൾ. ഞങ്ങൾ ഇന്നും തുടങ്ങിയല്ല, ഒരു 2-3 മാസമായി 3-4 മാസമായി ഞങ്ങൾ നിരന്തരം കൂടിക്കാഴ്ച കാണുന്ന നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം UDF ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം UDF നേതൃത്വമാണ്. എന്നാൽ അൻവറിന്റെ പിണക്കം മാറ്റാൻ സാധിച്ചില്ല. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി നിർത്താമെന്ന പഴയ വാഗ്ദാനം തന്നെ പുതുക്കുകയാണ് നേതാക്കൾ ചെയ്തത്. അത് പോരെന്ന് വീണ്ടും അൻവർ. മുന്നണി പ്രവേശനത്തിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനുമില്ലെന്ന് നിലമ്പൂരിന്റെ മുൻ MLA യുടെ പക്ഷം. 48 മണിക്കൂറിൽ 24 മണിക്കൂർ അങ്ങനെ ചർച്ചകൾ കൊണ്ട് നിറഞ്ഞു. വിപിൻ C. വിജയൻ, 24 നിലമ്പൂർ.